അപ്പോൾ സ്മോക്ക്ഡ് ബാർബിക്യൂ ചിക്കൻ കണ്ടാ, ട്രൈഗറിൻ്റെ നമ്മുടെ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്തിരുന്നു നമ്മൾ ട്രൈഗറിൻ്റെ ഈ ഒരു പെലറ്റ് ഗ്രില്ല്. എല്ലാവർക്കും ക്യൂസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പെലറ്റ് ഗ്രില്ലിൽ ബാർബിക്യൂ സ്മോക്ക്ഡ് ചിക്കൻ്റെ കണ്ടില്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നേരെ പോയി നോക്കിയാലോ. ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യം ഇത് സീസണിങ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് മയണൈസ് എടുത്ത് ഈ ബ്രസ്റ്റിലേക്ക് ചിക്കൻ ബ്രസ്റ്റിലേക്ക് തേച്ച് കൊടുക്കും. മയണൈസ് ഒരു ബൈൻഡറാണ്. അത് നമ്മുടെ സീസണിങ് ചിക്കനിലേക്ക് നല്ലപോലെ സ്റ്റിക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ സ്മോക്ക് അതിലേക്ക് നല്ലപോലെ അട്രാക്റ്റ് ചെയ്യപ്പെടാനും സഹായിക്കും. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സീസണിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓണിയൻ പൗഡറാണ്, ഗാർലിക് പൗഡർ, പിന്നെ ഇത് മൾട്ടിപ്പിൾ സീസണിങ്സിൻ്റെ ഒരു ബ്ലെൻഡാണ്. പിന്നെ ഇത് സുമാക്ക് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് മിഡിൽ ഈസ്റ്റേൺ കുക്കിങ്ങിൽ ഷവർമയിലൊക്കെ വരുന്ന ഒരു പുളിയുടെ ഫ്ലേവറാണ്. കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു കളറും ഒരു എരിവും കൊടുക്കും. സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഞാൻ ആദ്യം ഇത് ചിക്കൻ്റെ ബാക്ക് സൈഡാണ്, ഈ സ്കിന്നില്ലാത്ത വശമാണ് ആദ്യം ഇത് ചെയ്തത്. നമ്മൾ സ്കിന്നുള്ള ചിക്കനാണ് നമ്മളിവിടെ എടുക്കുന്നത്. ബാർബിക്യൂന് എപ്പോഴും സ്കിന്നുള്ള ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്രഷ്ലി ക്രാക്ഡ് ബ്ലാക്ക് പെപ്പറും ഒരു സീസണിങ് ആയി നമ്മൾ ആഡ് ചെയ്യും. ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ആദ്യം മയണൈസ്, പിന്നെ ശേഷം ഒണിയൻ പൗഡറിന് ശേഷം ഗാർലിക് പൗഡറിന് ശേഷം സുമാക്കിന് ശേഷം ഓൾ സ്പൈസ് പൗഡർ, അതിനുശേഷം കാശ്മീരി ചില്ലിയാണ് ഇതിനൊരു നല്ല കളർ കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഇത് അധികം എരിവില്ലാത്തൊരു മുളകായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലിബറലായി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ ബ്ലാക്ക് പെപ്പർ, ബാഗിലേക്ക് ഇടുവാണ്. ഫ്രിഡ്ജിനകത്ത് തുറന്നു വെക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഒരു ട്രെയിൽ തന്നെ ഒരു അലുമിനിയം ഫോയിൽ കവർ ചെയ്തോ മറ്റോ മിനിമം ഒരു 12 hours മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഉള്ളിലേക്ക് ഫ്ലേവർ വരത്തുള്ളൂ. ചിക്കൻ്റെ നാച്ചുറൽ ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകൾക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയം കുറയ്ക്കാം. നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ്. അതുപോലെ നമ്മുടെ ഗ്രില്ല് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെമ്പറേച്ചർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ കേസ്, ഇതാണ് പ്രോബ് വരുന്നത്. ഈ പ്രോബ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഏത് മീറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്തെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ നോക്കാനായിട്ടാണ്. അതുപോലെ അതിൻ്റെ കാര്യങ്ങൾ ഫോണിൽ അവൈലബിൾ ആണ്, ബ്ലൂടൂത്ത് വൈഫൈ ത്രൂ കണ്ടില്ലേ പ്രോബയിലെ കാണിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഇതാണ് ഗ്രില്ലിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്കിതിപ്പോൾ അടയ്ക്കാം ഗൈസ്, എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം. ഓ കൊള്ളാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇതുണ്ടോ, ഇപ്പോൾ 159, 160, 65 ആണ് വേണ്ടത് മീറ്റിൻ്റെ അകത്തെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ. നല്ല ജ്യൂസിയാണ് കണ്ടിട്ട് തന്നെ. ഇത് നമുക്ക് ബാർബിക്യൂ അല്ലെങ്കിൽ സോസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രഷ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഒരു കളർ ഫോർമേഷൻ തന്നെ കാണാൻ, അതുപോലെ അതിൻ്റെ സ്കിന്ന് കണ്ടില്ലേ വളരെ ഭംഗിയാണ്. ഏതായാലും ഇതൊന്ന് നോക്കാം, നമുക്ക് മുറിച്ചിട്ട് അതിൻ്റെ അകം എന്തായിരുന്നു ഒക്കെ.
ഓഹോ ഗൈസ്, ജ്യൂസിയാണ് ഗൈസ്, കണ്ടില്ലേ? ഓഹോ, അടിപൊളി അടിപൊളി. അമ്പോ, കണ്ടോ സോഫ്റ്റ്നെസ് കണ്ടോ ചിക്കൻ്റെ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഉള്ള അടുത്ത പ്രോസസ്സ് സോസ്, നമുക്കിഷ്ടമുള്ള സോസ്, അതായത് ബാർബിക്യൂ ഇരിപ്പുണ്ട്, ബാക്കി നമുക്കിഷ്ടമുള്ള സോസുകളെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ബ്രഷ് ഉപയോഗിച്ചൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. താങ്ക് യു, എല്ലാവർക്കും വലിയൊരു നന്ദി. ഗുഡ് ബൈ.